Dear students, welcome to a new chapter Similar Triangles. Similar Triangles ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് എന്തിനാണ് ഈ ചാപ്റ്റർ എന്ന് നമുക്കൊന്ന് വിലയിരുത്താം. We know now what is the distance to moon and the distance to sun and the distance to other planets in the space. How could we calculate the distance to all these objects? എങ്ങനെയാണ് നമുക്ക് ഈ ഡിസ്റ്റൻസ് കണ്ടെത്താൻ പറ്റിയത്? എനിവേ വി ആർ നോട്ട് ഏബിൾ ടു മെഷർ ഡയറക്ട്ലി. ടാപ്പ് പിടിച്ച് അളന്നു നോക്കാൻ പറ്റുന്നതല്ലല്ലോ. വി കാൽക്കുലേറ്റഡ് ഇറ്റ്. ഈ ഡിസ്റ്റൻസുകളൊക്കെ കറക്റ്റ് ആണോ? അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത ഡിസ്റ്റൻസ് കറക്റ്റ് ആയിരിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഇല്ലേ? ദേ ആർ ഓൾ റൈറ്റ്. കാരണം മനുഷ്യന് ഇന്ന് ചന്ദ്രനിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തത് കൊണ്ടാണ് എത്താൻ കഴിഞ്ഞത്. മനുഷ്യന് എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥയിലെത്തിയത്? ഇന്ന് നമ്മൾ ഈ കാണുന്ന സുന്ദരമായ സുഖസൗകര്യങ്ങളുള്ള ടെക്നോളജി, എല്ലാ ടെക്നോളജിയുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ എല്ലാ രംഗത്തും വിവര സാങ്കേതിക വിദ്യയും എല്ലാം അതിൻ്റെ മാക്സിമത്തിലെത്തി നിൽക്കുന്ന ഈ സമയത്ത് ഇനിയും കുറെ മുന്നോട്ട് പോകാനുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ലോകം നമ്മുടെ മുമ്പിൽ തുറന്നു വന്നത്? ഒരു കാലത്ത് കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യൻ, 3 ലക്ഷം വർഷങ്ങളായി ആദിമ മനുഷ്യൻ ഇവോൾവ് ചെയ്തിട്ട് 3 ലക്ഷം. 3 lakh years back the first human being is evolved. It is the assumption, it is calculated so. അവരുടെ അന്നത്തെ ആയുധങ്ങൾ എന്തൊക്കെയായിരുന്നു? കല്ല്, കുന്തം, ഇതൊക്കെയായിരുന്നു അവരുടെ ആയുധങ്ങൾ. ഇന്ന് ഒരു മോഡേൺ സിറ്റി നമ്മുടെ മുമ്പിൽ സംവിധാനം ചെയ്തിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അന്നത്തെ മാറ്റവും ഇന്നും ഈ മാറ്റത്തിലേക്ക് എങ്ങനെയാണ് മനുഷ്യൻ എത്തിയത്? ഇറ്റ് ഈസ് ദി ഡെവലപ്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അന്നത്തെ മനുഷ്യന്റെ ബ്രെയിനും ഇന്നത്തെ മനുഷ്യന്റെ ബ്രെയിനും ഇന്റലക്ച്വൽ ലെവൽ രണ്ടും ഒരുപോലെയാണെന്നാണ് അസംഷൻ, അനുമാനം. അതാണ് ഇന്നത്തെ മനുഷ്യന് പ്രത്യേകിച്ച് ഫിസിക്കൽ കഴിവുകളൊന്നുമില്ല. ബട്ട് വി നോ എ ലോട്ട് ഓഫ് തിങ്സ്. കുറേ കാര്യങ്ങൾ ഇന്നത്തെ മനുഷ്യൻ അറിയാം എന്നുള്ളതേ ഉള്ളൂ. ഒരു കാലത്ത് മനുഷ്യന് ഭൂമി ഉരുണ്ടതാണെന്ന് അംഗീകരിക്കാൻ മടിയായിരുന്നു. ഇറ്റ് വാസ് നോട്ട് നോൺ. മാൻ ബിലീവ്ഡ് ദാറ്റ് ദി എർത്ത് ഈസ് ഫ്ലാറ്റ്. പിന്നീടാണ് മനുഷ്യൻ മനസ്സിലാക്കുന്നത് ഇറ്റ് ഈസ് റൗണ്ട് ആൻഡ് ദി എർത്ത് റിവോൾവ്സ് റൗണ്ട് ദി സൺ ലൈക്ക് ദാറ്റ്. അതൊക്കെ പിന്നെ മനസ്സിലാവണം. പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ച് ആദിമ മനുഷ്യന് തന്നെ ചിന്തകൾ ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് നോട്ട് നോൺ എൻറ്റയർലി വാട്ട് ഫോഴ്സസ് ആർ ദേ ഓൾ കൺട്രോൾഡ്. അതൊന്നും മനുഷ്യൻ അറിഞ്ഞൂടായിരുന്നു. ലേറ്റർ വി നോ which are the forces that work in the earth and in the universe. ഇതൊക്കെ ഇന്ന് മനുഷ്യന് മനസ്സിലാകുന്നുണ്ട്. ഇനിയും കുറേ മനസ്സിലാക്കാനുണ്ട്. അപ്പോ ഒരു കാലത്ത്, അല്ലെങ്കിൽ മനുഷ്യനുള്ള കാലം മുതലേ മനുഷ്യന്റെ മുമ്പിൽ ഒരു അത്ഭുതമായിരുന്നു മൂൺ, സൺ. ഇതിനെപ്പറ്റിയെല്ലാം കുറേ അന്ധവിശ്വാസങ്ങളായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നത്. മനുഷ്യനുള്ള കാലത്ത് തന്നെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയിരുന്നു മൂൺ, ചന്ദ്രൻ അവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു സ്വപ്നമാണ്. ഒരു 200 വർഷം മുമ്പുള്ള ഒരു മനുഷ്യനോട് ചന്ദ്രനിൽ മനുഷ്യൻ എത്താൻ പറ്റും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമായിരുന്നു? ഇറ്റ് വാസ് നോട്ട് പോസിബിൾ. ബട്ട് ഹ്യൂമൻ ബീയിങ് 6 times man had gone to moon. ഭൂമിയിൽ നിന്ന് എർത്ത് ആൻഡ് മൂൺ ഹിയർ. എർത്തിൽ നിന്ന് മൂണിലേക്ക് 6 times human being had gone and came back safely. അപ്പൊ പോകുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? എന്തിനാ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണത്? വി നോ ഇറ്റ് ഈസ് നോട്ട് ബൈ എ സിംഗിൾ വെഹിക്കിൾ ദാറ്റ് ട്രാവൽ. ഒരൊറ്റ ട്രാവലിൽ ഒരു സിംഗിൾ വെഹിക്കിളിൽ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. നോ വെഹിക്കിൾ ക്യാൻ ലോഞ്ച് ലൈക്ക് ദാറ്റ്. ഭൂമിയുടെ അതിൻ്റെ ആകർഷണ വലയം ഭേദിക്കുന്നത് വരെയുള്ളൂ ഒരു പേടകം, റോക്കറ്റ്.
After that, another vehicle has to detach from that one and it has to go through the space. When that vehicle comes close to moon and when it is very close to moon, at that time another vehicle has to detach from that one, that land the moon. ഓക്കെ, പിന്നെ തിരിച്ചു വരണം. അപ്പോൾ അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പം ഓരോ സ്റ്റേജിൽ ഉണ്ടാകേണ്ട ഇന്ധനം എന്താണെന്ന് അറിയണം. അപ്പോൾ അത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തെങ്കിലേ ഇന്ധനം എത്ര വേണമെന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ആൻഡ് സോ ബിഫോർ റീച്ചിങ് അറ്റ് ദി മൂൺ, ഹ്യൂമൻ ബീയിങ് കാൽക്കുലേറ്റഡ് വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ടു മൂൺ. മനുഷ്യൻ സൂര്യനിൽ പോയിട്ടില്ലെങ്കിലും ഇറ്റ് ഈസ് പോസിബിൾ ടു ടെൽ വാട്ട് ഡിസ്റ്റൻസ് ഈസ് ദർ ടു സൺ. ഓക്കെ, മനുഷ്യന് സൂര്യനിലേക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാണാൻ പറ്റും, അല്ലെങ്കിൽ മറ്റ് നക്ഷത്രങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ്? വി നോ എർത്ത് റിവോൾവ് റൗണ്ട് ദി സൺ. അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഇത് ഒരു സമയത്ത് ഈ കാണുന്നതാണ് യു ക്യാൻ സി എർത്ത് ഇൻ ജനുവരി. When 6 months passes, it will be opposite at the other side of the orbit. When we see these two locations of sun and two locations of earth at two time, we can see joining that 3 points we will get a triangle. If one side of the triangle is known and the angles to here made can be calculated, if it is there, we can tell the distance from sun to earth. It is possible to calculate the distance. മനുഷ്യർ ഇതൊക്കെ പ്രവചിപ്പിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഇതൊക്കെ സാധ്യമാക്കിയത് മാത്തമാറ്റിക്സ് പഠനമാണ്. ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായ അറിവല്ലതൊന്നും, വർഷങ്ങൾ കൊണ്ട് മനുഷ്യർ ഇന്നത്തെ മാത്തമാറ്റിക്സ്, ഇന്നത്തെ ടെക്നോളജിയിലേക്ക് എത്തിയിട്ടുള്ളത്. Nowadays, we are able to calculate the distance to objects which are not able to measure directly. We are able to calculate the distance. ആ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഇതിന് പര്യാപ്തമാക്കുന്ന ഈ കാര്യങ്ങളൊക്കെ പറയാൻ പ്രാപ്തമാക്കുന്ന മാത്തമാറ്റിക്സിന്റെ ഒരു ബ്രാഞ്ചിന്റെ തുടക്കമാണ് ദിസ് സിമിലർ ട്രയാങ്കിൾസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സിമിലർ ട്രയാങ്കിൾസ് പഠിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇറ്റ് ഹെൽപ്പ് us to calculate distance to objects which are not able to measure directly. Now let us start. So I welcome you all once again to the first class on similar triangles. Now let us start. See, here I am drawing a triangle with the sides A, B, C. The sides of the triangle, here I have drawn a triangle, its sides are denoted by the small letters A, B, C. Here I am drawing another small triangle, but one condition is there, that triangle must have the same angles as that of this one. Such a triangle is drawn like that. See, what much angle is there here? The same angle is there here, given. Like that, what angle is there here? That angle is there here also. Then the third angles also will be equal. Now the second triangle is drawn such that the angles of that one must be equal to the angles of the first triangle. In such a way it is drawn. Now let us take two copies of these two triangles. Bottom താഴെ ഇതിന്റെ അതേ രണ്ട് കോപ്പി നമ്മൾ എടുക്കുകയാണെന്ന് സപ്പോസ് ചെയ്യാം. അങ്ങനെ എടുത്തതിന്റെ ശേഷം see, here this second triangle, here I am going to place over the first. ഇതിനെ ഞാൻ ആദ്യത്തിന്റെ മുകളിൽ കൊണ്ടു വെക്കുകയാണ്. But one condition is there. These two vertices must be coincident. അതായത് ഈ വെർട്ടക്സിനെ കൊണ്ടു വെക്കുന്നത് ഈ വെർട്ടക്സിന്റെ മേലെയാണ്. This side must lie along this line, this side. ഈ സൈഡിന് ഈ സൈഡിൽ കൊണ്ടു വെക്കും വേണം ഈ വെർട്ടക്സ് ഈ വെർട്ടക്സിൽ നിൽക്കണം. അപ്പൊ പിന്നെ ഈ സൈഡിലൂടെ പോവാ, ഈ സൈഡ് ഇതിന്റെ മേലെ തന്നെ നിൽക്കുള്ളൂ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹിയർ ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ ഇൻ സച്ച് എ വേ ഇറ്റ് ഈസ് ഡ്രോൺ. അതുകൊണ്ട് ഇതേ ആംഗിളാണ് ഇവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ സൈഡിന് വേറൊരു രീതിയിൽ പോകാൻ പറ്റില്ല. നിങ്ങളുടെ കോമൺ സെൻസ് കൊണ്ട് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവുമല്ലോ. ഓക്കെ, ഇതിനെടുത്തിട്ട് ഈ രണ്ട് വെർട്ടിസസ് ജോയിൻ ചെയ്യിക്കുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുപോയി വലിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. കൃത്യമായിട്ട് ചേർന്ന് സി. അപ്പോ ഇത്രയും ചെയ്തത് നമ്മൾ എഴുതുകയാണെങ്കിൽ എന്താ നമുക്കിവിടെ പറയാനുള്ളത്?
in the figure, let the angles of these two triangles are equal. അങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. Let us write that one first. If we place this smaller triangle over the larger, as I have done here, അത് നമ്മൾ എഴുതാണ്. If we drag this one over this one, or if we place this one over this one, we can see it is as shown in the figure. Then let us name these two triangles. ഇതിനെ ഞാനൊരു എ ബി സി എന്നും ഇതിനൊരു പി ക്യു ആർ എന്നും പേര് കൊടുക്കുക. സി, ലെറ്റ് us name like that. അപ്പോൾ അതേ വെർട്ടെക്സ് അതിനെടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചാൽ ഇവിടെ എ ബി സി ഇവിടെ ഉണ്ടാകും, പി ക്യു ആർ, ഇവിടെ സിയും ആറും ഇവിടെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കത് എഴുതിയ ഇങ്ങനെ ഉണ്ടാവും, എ ബി സി പി ക്യു ആർ ആടാ. ഇതിനെടുത്തിട്ട് ഇവിടെ വെച്ചുകൊണ്ട് ദിസ് സി ആൻഡ് ആർ ആർ ഹിയർ. അപ്പൊ ഒന്നിനെ ബ്രാക്കറ്റിൽ കാണിച്ചു എന്നേ ഉള്ളൂ. This much length is denoted by A, that length is there here. This one is P, that length is there P here. ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ശ്രദ്ധിക്കുക. Here we have drawn these two triangles such a way that these two angles are equal. ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണല്ലോ, അങ്ങനെയാണല്ലോ നമ്മൾ വരച്ചത്. അപ്പം ഈ ട്രയാങ്കിളിൻ്റെ അടുത്ത് ഇവിടെ കൊണ്ടുപോയി വെക്കുമ്പോഴും this angle is equal to this one. We know these two angles are now equal. That means angle B is equal to angle PQR or PQC or PQR എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ PQR ആയത് കാരണം നമ്മളിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി, ഇനി ട്രയാങ്കിൾസിന്റെ കാര്യം വിടുക. ഹിയർ ദീസ് ആർ ടു ലൈൻസ് ഡ്രോൺ. These are two lines drawn. This much length or this one, this side act as a transversal. ഈ രണ്ട് പാരലൽ ലൈൻസിനെ കട്ട് ചെയ്തൊരു ലൈനായിട്ട് നിൽക്കുന്നു. വി സി ദി കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. അത്രയും പറഞ്ഞതുകൊണ്ട് എന്ത് സംഭവിച്ചോളണം, ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണ് എന്ന് വന്നതുകൊണ്ട് വി ഹാവ് ടു എഗ്രി ദിസ് എ ബി ഈസ് പാരലൽ ടു ദിസ് പി ക്യു എന്ന് അംഗീകരിക്കേണ്ടി വരും. ഓക്കെ, എ ബി പാരലൽ ടു പി ക്യു എന്ന് അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച നിയമപ്രകാരം, എവിടെ പാരലൽ ലൈൻസിൽ പഠിച്ച നിയമപ്രകാരം, ഹിയർ എ ട്രയാംഗിൾ ഈസ് there. This one act as a line, or this line is drawn parallel to one side of a triangle, and so this line must divide both these sides in the same ratio. എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഇവിടെ എന്ത് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, the same ratio should be there here also. Therefore we must be able to write BQ is to QC അല്ലെങ്കിൽ BQ is to QR, ഏതും പറയാം. നമുക്ക് QC എടുക്കാം. BQ is to QC is equal to AP is to PC എന്ന് എഴുതാൻ നമുക്ക് പറ്റണം, അങ്ങനെ ഉള്ളത് കൊണ്ട്, since this one is parallel. Okay, BQ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താ നമുക്കറിയാലോ. See, this much length is A, this one is P. When this P is there here, if P is there here, what about BQ? What about BQ? This length is A, this one is P. Therefore, this will be from A, P subtracted. Therefore, this minus this much length is A minus P. Therefore, BQ can be substituted by A minus P. What about QC? That is P. Therefore, this one can be written as A minus P is to P equal to, what about AP? This length is like that, B minus Q. Therefore, this one AP can be written as B minus Q is to Q. Let us write like that. A minus P is to P equal to B minus Q is to Q. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ A is to B is equal to P is to Q എന്നുണ്ടെങ്കിൽ A by B is equal to P by Q എന്ന് എഴുതാറുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ A minus P by P equal to B minus Q by Q എന്ന് എഴുതാലോ. ഇതുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജിൽ അതിനെ ബൈ ആക്കി എഴുതാം നമുക്ക്. A minus P is to P എന്നുള്ളതിനെ A minus P by P equal to B minus Q by Q. അപ്പോൾ ഈ ഡിനോമിനേറ്ററിൽ ഹിയർ A minus P,
is there. Therefore, that p should be given to both these two terms. Therefore, it can be written as a by p minus p by p equal to b by q minus q by q എന്ന് കൊടുക്കാൻ പറ്റണ്ടേ? അങ്ങനെ കൊടുക്കാലോ. See, a by p minus p by p. ഈ p by p, what about p by p? It is 1. Q by q, that is 1. Therefore, here this much will be minus 1. Here this will be minus 1. രണ്ട് സൈഡിലും ഒരു മൈനസ് 1 ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് മൈനസ് 1 ആണെന്ന് എഴുതാതെ തന്നെ let us cancel that too. Okay. Therefore, what is left there? It is a by p is equal to b by q. All the other terms are cancelled. A by p is equal to b by q. ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഈ ട്രയാങ്കിളിന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി വെച്ചപ്പോൾ നമുക്ക് a this much length by p, a by p a divided by p, ഈ സൈഡിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ is equal to b by q എന്ന് എഴുതാൻ പറ്റും. a by p is equal to b by q എന്ന് എഴുതിയത് ഈ വെർട്ടെക്സ് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ രണ്ട് സൈഡ് ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി ഈ ട്രയാങ്കിളിന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി വെച്ചാലോ, പി എന്ന് പറയുന്ന വെർട്ടെക്സ് എയിനെ ചേർത്ത് വെച്ച് എ എന്ന വെർട്ടെക്സിൽ വെച്ചിട്ട് എ ബി എന്ന സൈഡിൽ പി ക്യൂ കിടക്കുന്ന പോലെ, ആൻഡ് സോ വെൻ ഇറ്റ് ഈസ് ഡൺ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇങ്ങനെ ഉണ്ടായിരിക്കുക ചിത്രം. ഇതിനെടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി വെച്ചു, ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ബി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു സി ബൈ ആർ എന്ന് പറയാൻ പറ്റണ്ടേ? ഇതേ ചിന്തകൾ അവിടെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ബി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു സി ബൈ ആർ എന്നാകില്ലേ? അത് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. ഓക്കെ, ലെറ്റ് us write like that. ബി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു സി ബൈ ആർ എന്നെഴുതാം നമുക്ക്. Similarly, we could write like that. അപ്പോൾ എന്താ മനസ്സിലാക്കിയത്? a by p is equal to b by q ആണ്. അതിൽപ്പെട്ട b by q c by r ആണെന്നുണ്ടെങ്കിൽ ഇത് മൂന്നും കൂടി ഒന്നിച്ചെഴുതി കൂടെ a by p is equal to b by q is equal to c by r എന്ന് എഴുതാലോ. It is very important result. Let us put that one in a box. ഇപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? If the angles of two triangles are equal, ഈ രണ്ട് ട്രയാങ്കിളിന്റെ ആംഗിൾസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ we can write such a relation. ഇങ്ങനെ എഴുതാം, ഇങ്ങനെ ഒരു റിലേഷൻ ആക്കിയിട്ട് എഴുതാം. ഈ റിലേഷൻ നമ്മൾ പറയലെന്താ? If the angles of two triangles are equal, their sides are proportional എന്നാ പറയാം. Their sides are proportional. ഓക്കെ, അപ്പോൾ ആദ്യം ബാക്കി നമുക്ക് പറയാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കുക. അതിനെടുത്ത് വെച്ച് ഇതിനെ ഇവിടുന്ന് എടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് കയറ്റി വെച്ച് ഈ ചിത്രവും വരയ്ക്കുക. ആൻഡ് റൈറ്റ് ദീസ് മച്ച് നോട്ട്സ് ഇൻ യുവർ നോട്ട്. എന്നിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താന്ന് പറയാം. ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ എ ബൈ പി എന്ന് പറയുന്ന ഇതിന്റെ ആൻസർ, എ ബൈ പി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെയാണ് വരച്ചതെന്ന് വിചാരിച്ചോളൂ. എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഈ പിയുടെ ഡബിൾ ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. ഇതിന്റെ ഡബിൾ ആണ് ഇത് എങ്കിൽ എ ബൈ പി എന്ന് പറഞ്ഞാൽ എ ഡബിൾ ഉള്ള ഒരളവും പി അതിന്റെ ഹാഫും ആണ്. അപ്പൊ എ ബൈ പി എന്ന് പറയുമ്പോൾ എന്താ, ഒന്ന് 10 ആണെങ്കിൽ മറ്റേ 5 ആണ്. അങ്ങനെയാണ് വരച്ചതെന്നുണ്ടെങ്കിൽ 10/5 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കുമല്ലോ ഇതിന് കിട്ടുക. ദാറ്റ് വിൽ ബി 2 എന്നായിരിക്കും. അപ്പൊ എ ബൈ പിക്ക് കിട്ടുന്ന ആൻസർ 2 എന്നാണ്. അപ്പൊ ബി ബൈ ക്യൂവിന് കിട്ടുന്ന ആൻസറും എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. സി ബൈ ആറിന് കിട്ടുന്ന ആൻസറും 2 തന്നെയാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോ ഈ സൈഡ് ഇങ്ങോട്ടേക്ക് മാറിയ റേറ്റ്, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാറിയ റേറ്റ് എ ബൈ പി എന്ന് പറയുമ്പോൾ റേറ്റ് ആണ്. അത് നമ്മൾ പറയാ സ്കെയിൽ ഫാക്ടർ എന്നാ പറയാ. സ്കെയിൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ പി at what scale it has come to a. തിരിച്ചും പറയാം, a at what scale gone to this one. അപ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഹാഫ് ആയി എന്ന് പറയും. അവിടുന്ന് ഇങ്ങോട്ടേക്ക് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡബിൾ എന്ന് പറയും. അതാണ് സ്കെയിൽ ഫാക്ടർ. അപ്പോൾ
രണ്ട് ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാൻ ഒരു റിലേഷൻ ഉണ്ട്. ഈ റിലേഷനെ സൈഡ്സിന് ഇങ്ങനെ എഴുതിയാൽ നമ്മൾ പറയല് ദി സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ എന്നാ പറയും. ദിസ് റിലേഷൻ when all angles of two triangles are equal, we could write such a relation between their sides. This relation we call the proportionality of sides. If the angles of two triangles are equal, then their sides are proportional. That means by what ratio exists between two sides of a triangle, that two triangles, രണ്ട് സൈഡ്സ് തമ്മിൽ എന്ത് റേഷ്യോയിലാണുള്ളത്, ആ സൈഡ്സ് ഏതെങ്കിലും എടുക്കാൻ പറ്റില്ല, ഇതും തന്നെ എടുക്കണം. ഈ രണ്ട് സൈഡ്സിന്റെ പ്രത്യേകത എന്താ? ദേ ആർ സൈഡ്സ് അഗെയിൻസ്റ്റ് ടു ഈക്വൽ ആംഗിൾസ്. ഈക്വൽ ആംഗിളിന്റെ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വലാ, അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് ആണ് ഇത് രണ്ടും. ഇവ തമ്മിലുള്ള റേഷ്യോ എന്താണോ അതേ റേഷ്യോയിലായിരിക്കും ഇതേപോലെ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റിലുള്ള വേറെ രണ്ട് സൈഡ്സ് എടുത്താലും ഉണ്ടാവുക. ഈ രണ്ട് ആംഗിൾ ഈക്വലാ, ഈ രണ്ട് ആംഗിൾ അതിന്റെ ഓപ്പോസിറ്റുള്ള സൈഡ്സ് ആണ് ഇതും ഇതും. അവയുടെ റേഷ്യോയും എന്ന് പറഞ്ഞാൽ ബി ബൈ ക്യൂന് കിട്ടുന്ന ആൻസറും ബി ഈസ് ടു ക്യൂന് കിട്ടുന്ന ആൻസറും ഒക്കെ എ ബൈ പിക്ക് കിട്ടുന്ന ആൻസറും അല്ലെങ്കിൽ എ ഈസ് ടു പിക്ക് കിട്ടുന്ന ആൻസറിന് ഈക്വൽ ആണ്. അതേ ആൻസർ ആയിരിക്കും സി ബൈ ആറും. ഓക്കെ, അപ്പോൾ എ ബൈ പി എന്ന് പറയുന്ന ആ സ്കെയിൽ അല്ലെങ്കിൽ അത് കിട്ടുന്ന ആൻസർ അതിന്റെ സ്കെയിൽ ഫാക്ടർ എന്ന് പറയാം. ആ സ്കെയിൽ ഫാക്ടർ ത്രൂ ഔട്ട് വിൽ ബി സെയിം വെൻ വി കൺസിഡർ ദി കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് ദീസ് ടു ട്രയാങ്കിൾസ്. നമുക്ക് ഇപ്പോൾ കിട്ടിയ നിയമങ്ങളെല്ലാം നമുക്ക് ഒരു ബോക്സിൽ എഴുതാം. സി, ഇഫ് ആംഗിൾസ് ഓഫ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ then their sides are proportional. അതൊന്നും അതേ കാര്യം തന്നെ നമുക്ക് ഇങ്ങനെ പറയാം. If the scale factor between two sides against two equal angles of the triangles are same for other pairs of sides. Scale factor എന്ന് പറഞ്ഞാൽ എ ബൈ പിക്ക് കിട്ടുന്ന ആൻസർ സ്കെയിൽ ഫാക്ടർ ബിറ്റ്വീൻ ടു സൈഡ്സ് അഗെയിൻസ്റ്റ് ടു ഈക്വൽ ആംഗിൾസ്. ഈ രണ്ട് ആംഗിൾസിന്റെ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്, ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സുകൾ തമ്മിലുള്ള സ്കെയിൽ ഫാക്ടർ ബിറ്റ്വീൻ ടു സൈഡ്സ് അഗെയിൻസ്റ്റ് ടു ഈക്വൽ ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ. ആ സ്കെയിൽ ഫാക്ടർ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്താണോ ആർ സെയിം, അത് ഒരുപോലെ ആയിരിക്കും, ഒന്ന് തന്നെ ആയിരിക്കും ഫോർ അതർ പെയർസ് ഓഫ് സൈഡ്സ്. ഇതേപോലെ മറ്റ് ജോഡികൾ എടുത്താലും ഇതേ സ്കെയിൽ ഫാക്ടർ ആയിരിക്കും കിട്ടുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, ആൻഡ് സോ യു ക്യാൻ റൈറ്റ് ഓൾ ദിസ് വൺ ഇൻ എ ബോക്സ്. ദിസ് വൺ ഈസ് ദി റിസൾട്ട് ദാറ്റ് വി ഗോട്ട് അറ്റ് ലാസ്റ്റ്. അപ്പോൾ ഇത് ഒരു ബോക്സിലാക്കി നേരത്തെ നമ്മൾ എഴുതിയതിൻ്റെ കൂടെ ഇത്രയും നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. വിത്ത് ദാറ്റ് വൺ അതിൻ്റെ താഴെയിട്ട് ഈ റിസൾട്ട് അവിടെ എഴുതി വെക്കുക. ദിസ് റിസൾട്ട് ജസ്റ്റ് ബിലോ ഓഫ് ദാറ്റ് വൺ ദാറ്റ് യു ഹാവ് ടു റൈറ്റ്. നൗ we have to do problems applying these results. All those problems can be done in the next coming classes. Okay, let us conclude here. Thank you all.